മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. കൃഷിയിൽ വിപ്ലവം തീർത്ത മാധ്യമ പ്രവർത്തകൻ. സ്വന്തമായി ഭൂമിയില്ലെങ്കിലും പാട്ടത്തിനടുത്ത സ്ഥലത്ത് ജൈവ പച്ചക്കറികളുടെ വൻ ശേഖരമൊരുക്കി പഴയന്നൂർ സ്വദേശി MP ഭാനുപ്രകാശ് മാതൃകയാകുന്നു. കൃഷി ചെയ്യാൻ വേണ്ടത് മണ്ണല്ല, മനസ്സാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പഴയന്നൂരിലെ മാധ്യമ പ്രവർത്തകനായ MP ഭാനുപ്രകാശ്. അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ വെച്ചാൽ കൃഷി ചെയ്യാൻ മണ്ണല്ല വേണ്ടത്, മനസ്സാണ് വേണ്ടത്. എന്താ കാര്യച്ചാൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഒരു മിക്ക കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇത്തിരി കുറവാണ് വിഷം. ബാക്കി എല്ലാ സംഗതിയും 100% വിഷമാണ്. 100%. അതായത് അത്രയും വിഷമുള്ള പച്ചക്കറിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് മക്കൾക്ക് സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് സാമ്പാർ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കറിയാം, കൃഷി ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ കാലം, ഞാൻ ഒരു സ്കൂൾ കാലത്ത് 9ാം ക്ലാസ് തുടങ്ങിയ കൃഷിയാണ്. അപ്പോൾ മുതലേ നമുക്കറിയാം. അന്നൊന്നും അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. അന്ന് നമുക്കിഷ്ടമുള്ള മധുരക്കിഴങ്ങ്, കൂർക്ക, പയർ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് മാത്രമേ. പിന്നീടാണ് കൃഷിയിലേക്ക് ശ്രദ്ധ വെച്ച് ഗ്രോ ബാഗ് ഒന്നുകൂടി കുറച്ചുകൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ അതങ്ങോട്ട് കുറച്ച് പഠനകാലത്ത് ലേശം ബ്രേക്ക് വന്നു. അതിനുശേഷം പിന്നീടും കൃഷി തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പല സാധനങ്ങളും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പന്തലിലും ഒക്കെ ഉണ്ടാവുന്ന പടവലം, കൈപ്പയ്ക്ക പറഞ്ഞ പോലത്തെ സാധനങ്ങളൊന്നും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് നാടൻ പച്ചക്കറിയും തന്നെ പല ആളുകളും തെറ്റിയിരിക്കുന്നു. നാടൻ പച്ചക്കറി നാട്ടിലുണ്ടാവുന്ന പച്ചക്കറി എന്ന് മാത്രമേ ഉള്ളൂ. ഈ നാടൻ പച്ചക്കറി ആയാലും ശരി, കൈപ്പയ്ക്ക, പടവലങ്ങ, അങ്ങനത്തെ വെള്ളരി പോലത്തെ സാധനങ്ങൾക്കൊന്നും ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്യുകയാണെങ്കിൽ അതൊന്നും വിഷം തളിക്കാണ്ട് നടക്കില്ല. അത് തീർച്ചയാണ്. അപ്പോൾ അതേസമയം ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ നമ്മൾ ഇതൊക്കെ കൊടുക്കും. പിന്നെ ബാക്കി നമ്മൾ വീട്ടിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഉള്ളി, സവാള, വല്ലപ്പോഴും ഉരുളക്കിഴങ്ങ്, ഇത്രയും ഞാൻ കാശ് കൊടുത്ത് വാങ്ങാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം. ഇപ്പോൾ നമ്മൾ ബീൻസൊക്കെ നമ്മളോട് നന്നായിട്ടുണ്ടാവും, കൊത്ത വരയ്ക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൃഷി ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മണ്ണല്ല വേണ്ട, മനസ്സാണ്. 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായില്ലെങ്കിലും സുഹൃത്തുക്കളുടെ ഭൂമി പാട്ടത്തിനടുത്താണ് ഈ 47കാരൻ ഹരിത വിപ്ലവം തീർക്കുന്നത്. ഇത് സ്നോ വൈറ്റിനാണ്. സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കുക്കുംബറാണ്. ഇത് എന്താ പറയുക, നല്ലൊരു സാധനമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഭയങ്കര ഉപയോഗിക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൈപ്പയ്ക്കൊക്കെ കായ്ച്ചു തുടങ്ങി. ഞാൻ ഈ തണ്ണിമത്തനെ പന്തലിൽ കയറ്റുന്ന പരിപാടി ഇല്ല, നിലത്താണ് പടുത്തത്. ഞാൻ വെറുതെ ഒന്ന് പന്തലിൽ കയറ്റിയതാണ് തണ്ണിമത്തൻ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിഷലിപ്തമായ പച്ചക്കറികൾക്ക് പകരമായി വീട്ടുമുറ്റത്ത് തന്നെ ശുദ്ധമായ പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാനുപ്രകാശ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. പയർ, പാവൽ, മുളക്, വഴുതന, വെണ്ട തുടങ്ങി മഴവിൽ ചോളം വരെയുള്ള വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ളത്. നമ്മളെ പരമാവധി ഈ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ സാധനങ്ങൾ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ഒഴിവാക്കണം. എന്താ വെച്ചാൽ ഈ പറഞ്ഞ മൃതദേഹം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമാലിൻ അടക്കമുള്ള സാധനങ്ങളാണ് പച്ചക്കറിയും പഴവും ഇറച്ചിയും മീനും ഒക്കെ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പലരും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ അടുക്കള മുറ്റത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറി ഉണ്ടാക്കുക. ആവശ്യമുള്ളപ്പോൾ ഡയറക്റ്റ് പറിക്കുക, അത് വെക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നമ്മുടെ അവിടെ ധാരാളം ഉണ്ടാവുന്നേ. ഒന്നും വേണ്ട, ഏതെങ്കിലും ധാരാളം വിത്തുകൾ നമുക്ക് കിട്ടാണ്ട്. അങ്ങനത്തെ വിത്തുകൾ വാങ്ങുക, തണുത്ത വെള്ളം തണുത്ത സ്ഥലത്ത് വെക്കുക. ഇതൊക്കെ കണ്ടില്ലേ ചീര, ഇതൊക്കെ ഭയങ്കരമായിട്ട് വലുതാവുന്ന ചീര. അതിപ്പോൾ ഇവിടെ അറിയാതൊരു വിത്ത് എന്താ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ. അത് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, പരമാവധി നമ്മുടെ ഭക്ഷണം നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടുവളപ്പിൽ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുക. ഞാൻ വിൽപ്പനയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടുകാർ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. കൂടാതെ മഞ്ഞൾ, ഇഞ്ചി, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും ചെണ്ടുമല്ലി പോലുള്ള പൂക്കൃഷിയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവരീതിയിലാണ് കൃഷി.
പിതാവ് ഭാസ്കരനിൽ നിന്നാണ് കാർഷിക വൃത്തിയുടെ ആദ്യപാഠങ്ങൾ ഭാനുപ്രകാശ് പഠിച്ചത്. ഇന്ന് ഭാര്യ രേഖയുടെ പൂർണ്ണ പിന്തുണയോടെ നടത്തുന്ന ഈ കൃഷി മികച്ചൊരു വരുമാനമാർഗം കൂടിയാണ്. കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വിഷരഹിത പച്ചക്കറി തേടി രാവിലെ 6 മണിക്ക് മുൻപേ തന്നെ നാട്ടുകാർ ഭാനുപ്രകാശിന്റെ കൃഷിയിടത്തിലെത്തുന്നത് പതിവ് കാഴ്ചയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.